നമസ്കാരം, റിയൽ ന്യൂസ്. മൾട്ടി എക്സസൈസ് കോമ്പിനേഷൻ അഥവാ MEX7 കോഴിക്കോട് ജില്ലയിലെ 123 യൂണിറ്റുകളുടെ സംഗമം സംഘടിപ്പിച്ചു. നൻപണ്ടിയിൽ സംഘടിപ്പിച്ച സംഗമം MEX7 ഫൗണ്ടർ ഡോക്ടർ പി സ്വലാഹുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകൾ ഉൾപ്പെടെ 3000-ലധികത്തോളം പേർ പങ്കെടുത്തു. എല്ലാ യൂണിറ്റുകൾക്കുമുള്ള സർട്ടിഫിക്കറ്റുകളുടെ വിതരണവും ഇവിടെ വെച്ച് നടന്നു. മാധ്യമപ്രവർത്തകൻ കമാൽ വരദൂർ ചടങ്ങിൽ മുഖ്യ അതിഥിയായി. ജനങ്ങൾക്കിടയിൽ ആരോഗ്യ സംരക്ഷണത്തോടൊപ്പം സൗഹൃദം പങ്കുവയ്ക്കാനുള്ള വേദി കൂടിയായി ഈ സംഗമം മാറി. ഗ്രാമീണ മേഖലയിലേക്ക് കൂടി ആരോഗ്യ പ്രവർത്തനം വ്യാപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മൾട്ടി എക്സസൈസ് കോമ്പിനേഷൻ അഥവാ MEX7 കോഴിക്കോട് ജില്ലയിലെ 123 യൂണിറ്റുകളുടെ സംഗമം സംഘടിപ്പിച്ചത്. നന്മണ്ടയിൽ സംഘടിപ്പിച്ച പരിപാടി MEX7 ഫൗണ്ടർ ഡോക്ടർ പി സ്വലാഹുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ജീവിതശൈലി രോഗങ്ങൾക്ക് ഒരു മരുന്നാണ്. മരുന്നുകളില്ലാതെ വ്യായാമം ചെയ്തുകൊണ്ട് ഇത്തരം എല്ലാ പ്രയാസങ്ങളെയും അതിജീവിക്കാൻ സാധ്യമാണ് എന്ന് MEX7 പ്ലാറ്റ്ഫോം വഴി ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അത് തന്നെയാണ് MEX7ന്റെ ഏറ്റവും വലിയ വിജയം. നമുക്ക് എന്തുണ്ടായിട്ടെന്താ, ആരോഗ്യവും വേണം, അതേപോലെ തന്നെ വേണ്ടത് സൗഹൃദവും. നിങ്ങൾ എന്ത് തന്നെ നിങ്ങളുടെ വീടുകളിൽ കുമിച്ചു കൂട്ടി വെച്ചാലും, എത്ര തന്നെ വലിയ ഗേറ്റുകളും വലിയ മതിൽക്കെട്ടുകളും ഉണ്ടാക്കി കഴിഞ്ഞാൽ പോലും അവിടെയൊന്നും നിങ്ങൾക്ക് സമാധാനമോ സൗഹൃദമോ സന്തോഷമോ കണ്ടെത്താൻ സാധ്യമല്ല. നിങ്ങൾക്ക് സന്തോഷം ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്തരം ആളുകളുമായി സഹവസിക്കണം. എവിടെയാണ് നിങ്ങൾ സൗഹാർദ്ദം നിങ്ങൾ തേടി പുറത്തിറങ്ങുക, ജനങ്ങളുമായി സംവദിക്കുക, സംസാരിക്കുക, പുഞ്ചിരിക്കുക. അത് തന്നെയായിരിക്കും നിങ്ങളുടെ ഏറ്റവും വലിയ ജീവിതത്തിൻ്റെ അസുലഭ മുഹൂർത്തങ്ങൾ. അതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയവും. രാവിലെ 6:30 തുടങ്ങിയ സംഗമം 3 മണിക്കൂറോളം നീണ്ടുനിന്നു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായുള്ള 123 യൂണിറ്റുകളിൽ നിന്നും എത്തിയ 3000-ഓളം പേർ പരിപാടിയിൽ പങ്കെടുത്തു. സ്ത്രീകളും പരിപാടിയിൽ ഉൾപ്പെട്ടിരുന്നു. Good, next. വലിവ് കൊടുത്തുകൊണ്ടാണ് ഇനിയും കൈകൾ താഴ്ന്നത്. ജീവിതശൈലി രോഗങ്ങൾക്കെതിരെ പോരാടുമെന്നും ജാതി മത വിഭാഗീയ ചിന്തകൾക്കതീതമായി മാധ്യമപ്രവർത്തകൻ കമാൽ വരദൂർ ചടങ്ങിൽ മുഖ്യ അതിഥിയായി. MEX7 ഈസ് എ ഹ്യൂമൻ വിസ്മയം. അതായത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു മാനുഷിക വിസ്മയമാണ്. കാരണം നമ്മളൊക്കെ ജീവിത തിരക്കിനിടയിൽ നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ മാനസിക നിലയെക്കുറിച്ചോ ഒന്നും നമ്മൾ ചിന്തിക്കാറില്ല. നമ്മൾ വേവലാതികളുടെ ടെൻസ്ഡ് വേൾഡിലാണ്. പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ അഹമ്മദ് കുട്ടി ഉണ്ണികുളം ചടങ്ങിൽ അധ്യക്ഷനായി. MEX7 നെഞ്ചേറ്റിയിരിക്കുന്നത് അവരാണ്, വിഷമം അനുഭവിക്കുന്നത്. ഇപ്പോൾ അവരാണ് ഏറ്റവും സന്തോഷിക്കുന്നത്. നമുക്ക് ഇവിടെ നിന്നാ പോരാ. ക്യാപ്റ്റൻ സലാഹുദ്ദീൻ സാറിനോടും അതുപോലെ എൻ്റെ പ്രിയ സുഹൃത്ത് അറക്കൽ ബാവയോടും അഭ്യർത്ഥിക്കാനുള്ളത്, നമുക്ക് ലോകത്തോളം സഞ്ചരിക്കണം. ആ കേരളം കടന്ന് ഇപ്പോൾ ഗൾഫ് നാടുകളിൽ എത്തിയിരിക്കുന്നു. വൈസ് ക്യാപ്റ്റൻ മുഹമ്മദ് ഷാ, ചീഫ് കോർഡിനേറ്റർ മുസ്തഫ പെരുവള്ളൂർ, ബ്രാൻഡ് അംബാസഡർ ഡോക്ടർ അറക്കൽ ബാവ, നോർത്ത് സോൺ കോർഡിനേറ്റർമാരായ ഡോക്ടർ ഇസ്മായിൽ മുജദ്ദിദി,
അധ്യാപിക ഹഫ്സത്ത്, കാക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CM ഷാജി, വാർഡ് മെമ്പർ നസീർ വടക്കൽ, ജില്ലാ കോർഡിനേറ്റർ NK മുഹമ്മദ് മാസ്റ്റർ, ഡോക്ടർ മിന നാസർ, ബഷീർ ചാലക്കര, ബുഷറ ടീച്ചർ, ഷംസീർ പാലങ്ങാട്, ജിഷ ജയകുമാർ, ഷാഹിദ ഗഫൂർ, വിഷ്ണുപ്രിയ, റസാഖ് ചെറുവാറ്റ, ഐഷ മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. കൺവീനർ നിയാസ് എഗരുൽ സ്വാഗതവും രമേശൻ പിണങ്ങോട്ട് നന്ദിയും പറഞ്ഞു. യോഗ, നോർമൽ എക്സസൈസ്, അക്യൂപ്രഷർ, എയറോബിക്സ്, മെഡിറ്റേഷൻ, മസാജിംഗ്, ഡീപ്പ് ബ്രീത്തിങ് എന്നിവയാണ് മെക്സവൻ വ്യായാമത്തിലൂടെ അവതരിപ്പിക്കപ്പെടുന്നത്. ഏതു പ്രായക്കാർക്കും അരമണിക്കൂർ സമയത്തുള്ളിൽ നിർവഹിക്കാമെന്നതും ഫലം ലഭിച്ചതോടെ മെക്സവൻ ജനപ്രിയമാവുകയായിരുന്നു. ഇതിൻ്റെ പ്രയോജനം നേടിയവർ മറ്റുള്ളവരെ പങ്കെടുപ്പിച്ച് പുതിയ യൂണിറ്റുകൾ തുടങ്ങുന്ന രീതിയാണ് നിലവിലുള്ളത്. പരിശീലനം സൗജന്യവുമാണ്. ജനങ്ങൾക്കിടയിൽ ആരോഗ്യ സംരക്ഷണത്തോടൊപ്പം സൗഹൃദം പങ്കുവെക്കാനും മെക്സവന് കഴിയുന്നു എന്ന സവിശേഷതയുമുണ്ട്. സംഗമത്തിൻ്റെ ഭാഗമായി എല്ലാ യൂണിറ്റുകൾക്കുമുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ വെച്ച് വിതരണം ചെയ്തു. രാധാകൃഷ്ണൻ ഉള്ളൂർ, റിയൽ ന്യൂസ്.